ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. LP-UP സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ വൺ ടൈം വെരിഫിക്കേഷൻ്റെ ടൈമും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് ഹാജരാവാൻ നോക്കുക വെരിഫിക്കേഷനൊക്കെ. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ കുറേ പേര് ആദ്യമായിട്ട് പോകുന്നവരുണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് 4 കാര്യങ്ങൾ PSC പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത് സർട്ടിഫിക്കറ്റ് പരിശോധന വരുന്ന ഉദ്യോഗാർത്ഥികൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മേൽവിലാസം ഒന്നുകിൽ പെർമനൻ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആയിരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് വില്ലേജിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഒരേ അഡ്രസ്സ് ആവണം, പെർമനൻ്റ് അഡ്രസ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ പോകാവുള്ളൂ. അപ്പോൾ പോകുന്നവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ കയറി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എപ്പോൾ വേണമെങ്കിലും സ്വന്തമായി തന്നെ തിരുത്തൽ വരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താമെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്, വിദ്യാഭ്യാസ യോഗ്യതയിലെ പെർസെൻറ്റേജ്, ക്ലാസ് എന്നിവ സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ കയറി നീക്കം ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും പെർസെൻറ്റേജിലോ ക്ലാസ്സിലോ നമ്മൾ പഠിച്ച ക്ലാസ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് അത് മാറ്റി കറക്റ്റ് ചെയ്യേണ്ടതാണ്. പെർസെൻറ്റേജ് ചിലപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 4ാമത് പറഞ്ഞിട്ടുള്ളത്, വിദ്യാഭ്യാസ യോഗ്യതയിലെ മന്ത്സ് ആൻഡ് ഇയർ ഓഫ് പാസ് രേഖപ്പെടുത്തേണ്ടത് പരീക്ഷ എഴുതിയ തീയതിയല്ല, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനും റിസൾട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസം വർഷം അല്ലെങ്കിൽ അവസാന വർഷ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാസം വർഷമാണ് രേഖപ്പെടുത്തേണ്ടത്. വെരിഫിക്കേഷൻ വന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ കയറി തിരുത്തൽ വരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിൽ എഴുതേണ്ടത് പബ്ലിക്കേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് എഴുതണം, അല്ലെങ്കിൽ അവസാന വർഷ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയുള്ള മാസവും വർഷവുമാണ് എഴുതേണ്ടത്. പ്രൊഫൈലിൽ നമുക്ക് തിരുത്താവുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളാണ് LPSA സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ, UPD ആണെങ്കിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പുതിയതായി ആദ്യമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ടെൻഷനൊന്നും ഇല്ലാതെ പോവുക, വെരിഫിക്കേഷനൊക്കെ കഴിയുക, നന്നായി വരിക. പിന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് മികവ് കാണിക്കുക. ഇൻ്റർവ്യൂവിലൂടെ നിങ്ങളുടെ മികവ് തെളിയിക്കുക, മാക്സിമം സ്കോർ അടിച്ചെടുക്കുക. എന്നിട്ട് മെയിൻ ലിസ്റ്റ് നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ല റാങ്കും ജോലിയും ഒക്കെ കിട്ടട്ടെ. കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അടുത്ത എക്സാം പിടിക്കണോ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് പഠിച്ചാൽ നമുക്ക് എന്തായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് എന്തായിട്ടും പിടിക്കണം. കിട്ടാത്തവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.